തലസ്ഥാന വിമാനത്താവളത്തിന്റെ സുരക്ഷാ കോട്ട കാക്കാൻ ഇപ്പോൾ ഒരു ലോകോത്തര താരം എത്തിയിരിക്കുന്നു. ഓസ്ട്രിയ ആസ്ഥാനമായുള്ള 150 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിരക്ഷാ ഉപകരണ നിർമ്മാതാക്കളായ റോസൻബവറിന്റെ പാന്തർ എന്ന ഹൈടെക് ഫയർ ടെൻഡറാണ് ഇപ്പോൾ വിമാനത്താവളത്തിലെ മിന്നും താരം. കേരളത്തിലെ ഒരു വിമാനത്താവളത്തിലും ആദ്യമായി എത്തുന്ന ഹൈറിച്ച് എക്സ്റ്റൻഡബിൾ ടററ്റ് സംവിധാനമുള്ള ഈ റോബോട്ടിക് ഭീമൻ കൊച്ചി വിമാനത്താവളത്തിലെ റോസൻബവർ വാഹനങ്ങളെപ്പോലെയല്ല, തികച്ചും ഒരു ഗെയിം ചേഞ്ചർ തന്നെ. എന്താണ് ഈ 12 കോടിയുടെ സൂപ്പർ സ്റ്റാറിനെ വ്യത്യസ്തനാക്കുന്നത് എന്ന് നോക്കാം. വിമാനത്തിൽ തീപിടുത്തമുണ്ടായാൽ ഉള്ളിൽ പ്രവേശിക്കാതെ തന്നെ യന്ത്രമനുഷ്യന്റെ കൈ പോലെ നീളുന്ന റോബോട്ടിക് ബൂം ഉപയോഗിച്ച് വിമാനത്തിന്റെ ബോഡി തുളച്ച് വെള്ളവും ഫോമും പമ്പ് ചെയ്യാനുള്ള കഴിവാണ് ഇതിന്റെ ഹൈലൈറ്റ്. 16 മീറ്റർ ഉയരം വരെ, അതായത് ഏകദേശം ഒരു 5 നില കെട്ടിടത്തിന്റെ ഉയരം, ഇത്രയധികം എത്താൻ ഈ ബൂമിന് സാധിക്കും. 85 മീറ്റർ ദൂരത്തേക്ക് വെള്ളം ചീറ്റാൻ ഇതിന് നിസ്സാരമായി സാധിക്കും. 11,300 ലിറ്റർ വെള്ളം, 1,300 ലിറ്റർ ഫോം, 250 കിലോഗ്രാം ഡ്രൈ കെമിക്കൽ പൗഡർ എന്നിവയുമായി ലാൻഡിംഗ്, ടേക്ക് ഓഫ് സമയത്തെ അപകടങ്ങളെ മിന്നൽ വേഗത്തിൽ വരുതിയിലാക്കാൻ പാന്തർ സദാ സജ്ജമാണ്. ഇത് വെറുമൊരു ഫയർ എഞ്ചിനല്ല, ഒരു പ്രൊട്ടക്ഷൻ സൂപ്പർ ഹീറോ തന്നെയാണ്. കൊച്ചി ഉൾപ്പെടെയുള്ള കേരളത്തിലെ മറ്റു വിമാനത്താവളങ്ങളിൽ റോസൻബവർ കമ്പനിയുടെ വാഹനങ്ങൾ കാണാമെങ്കിലും വിമാനം തുളച്ച് അകത്തേക്ക് വെള്ളവും ഫോമും പമ്പ് ചെയ്യാനുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ തിരുവനന്തപുരത്തെത്തിയ ഈ പുതിയ വാഹനത്തിന് മാത്രമാണുള്ളത്. ഭീമൻ വിമാനങ്ങളിൽ തീപിടുത്തമുണ്ടായാൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഉള്ളിൽ കയറാതെ തന്നെ പുറത്തുനിന്ന് തീ അണയ്ക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള മെക്കാനിക്കൽ ബൂം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 16.5 മീറ്റർ ഉയരത്തിൽ വരെ ഉയർത്താൻ സാധിക്കും. ഇതിന്റെ അറ്റത്തുള്ള പിയേഴ്സിംഗ് നോസിൽ ഉപയോഗിച്ച് വിമാനത്തിന്റെയോ കാർഗോ ഹോളിന്റെയോ കട്ടിയേറിയ ബോഡി പുറത്തുനിന്ന് തന്നെ തുളച്ചുകയറി ഉള്ളിലേക്ക് വെള്ളവും ഫോമും ശക്തമായി പമ്പ് ചെയ്യാം. ജെറ്റ്, സ്പ്രേ മോഡുകളിൽ 85 മീറ്റർ ദൂരേക്ക് വരെ വെള്ളം ചീറ്റാനും ഇതിന് സാധിക്കും. ലാൻഡിംഗ് സമയത്തോ ടേക്ക് ഓഫിന് തൊട്ടു മുമ്പോ വിമാനങ്ങൾക്ക് തീപിടിക്കുന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. വിമാനത്തിന്റെ ടാങ്കുകളിൽ ടൺ കണക്കിന് ഏവിയേഷൻ ഇന്ധനം ഉള്ളതിനാൽ സെക്കൻഡുകൾക്കകം തീ ആളിപ്പടരാം. യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ അഗ്നിരക്ഷാ സേനയ്ക്ക് മുന്നിലുള്ളത് വളരെ ചെറിയ സമയമാണ്. ഇവിടെയാണ് പാന്തർ രക്ഷകനായി മാറുന്നത്.